ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതും കേരള ഗാന്ധി കേളപ്പജിയുടെ കർമ്മഭൂമിയെ ഇല്ലാതാക്കുന്നതുമായ വിധത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തിരുനാവായ തവനൂർ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും തിരുനാവായ കടവിൽ നിന്ന് തവനൂർ കടവിൽ എത്തിച്ചേരുന്ന വിധത്തിൽ പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണമെന്നും ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തവനൂർ തിരുനാവായ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ത്രിമൂർത്തി സ്നാനഘട്ടിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിനും തിരുനാവായ കടവിൽ നിന്ന് തവനൂർ കടവിൽ എത്തുന്ന പാലം ആവശ്യമാണ്. ഈ ആവശ്യത്തിന് 4 നൂറ്റാണ്ടിലേറെ പഴക്കവുമുണ്ട്. അതേസമയം നിലവിലെ അലൈൻമെന്റ് അശാസ്ത്രീയവും സർക്കാരിന് കോടികളുടെ അനാവശ്യ ചിലവ് വരുത്തുന്നതുമാണ്. ഇതിലുപരി ദക്ഷിണേന്ത്യയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതി പ്രസിഡന്റ് തിരൂർ ദിനേശ്, സെക്രട്ടറി പ്രദീപ് തവനൂർ, പി ജനാർദ്ദന മേനോൻ, മണികണ്ഠൻ പാലാട്ട് എന്നിവർ പങ്കെടുത്തു. തിരുനാവായ തവനൂർ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു പാലം നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതായിട്ട് അറിയാൻ സാധിക്കും. ഓൺലൈനിലാണ് ഉദ്ഘാടനം കഴിഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചത്. ആ പാലം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥ സ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുനാവായ നവാമുകുന്ദ സ്വാമി ക്ഷേത്രവും തവനൂരിലുള്ള ശിവക്ഷേത്രം, ബ്രഹ്മക്ഷേത്രം, ഇവ 3 ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഒരു ത്രികോണാകൃതിയിലുള്ള പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ശ്രീചക്ര മാതൃകയാണ് അവിടെ നിലവിലുള്ളത്. അതിനെ ഭേദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലം അവിടെ നിർമ്മാണം ആരംഭിച്ചു എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ പാലം ഈ ശ്രീചക്രത്തിന്റെ പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ശ്രീചക്രത്തിനെ ഭേദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഹൈന്ദവ വിശ്വാസപ്രകാരം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് നമുക്ക് സാധ്യമല്ല, അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പാലത്തിന് വേറെ അലൈൻമെന്റ് മാറ്റിയിട്ട് വേറൊരു ഭാഗത്തേക്ക്, ഇപ്പൊ നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ പിന്നിലേക്ക് ഇതിന്റെ ഭാഗം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ വളരെ ലാഭകരമായും സാമ്പത്തിക നഷ്ടം കുറഞ്ഞും അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ട സാധ്യതകളൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ ഒരു വഴി അപ്പുറത്ത് ഉള്ളപ്പോൾ ഈ ഒരു പാലം ഈ ശിവക്ഷേത്രത്തിന് മുന്നിലായി തന്നെ വന്ന് അവസാനിക്കുന്നത് അതിലെന്തോ ഒരു നിഗൂഢ ലക്ഷ്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് AD 1766 നിലച്ചു പോവുകയും നിരവധി നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുകയും ചെയ്തിരുന്ന ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പൈതൃകോത്സവം, മാഘമക മഹോത്സവം, മാമാങ്കം, യഥാർത്ഥ മാമാങ്കം 2016 മുതൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും 2 കരവിലും വലിയ പരിപാടികളോടെ നടക്കുകയാണ്. അപ്പൊ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഉത്സവമാണ്. അതിൽ ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല. നമ്മളുടെ പൈതൃകോത്സവം, ആ പൈതൃകോത്സവത്തിനെ തടസ്സപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. മാത്രല്ല ഇവിടെ തിരുനാവായ മാതിരി തന്നെ ഇവിടെ തവനൂരും ആ ഭാഗത്ത് ബലിതർപ്പണ കടവുകളും കാര്യങ്ങളും എല്ലാം വരേണ്ടതുണ്ട്. അപ്പൊ അവിടെ ബലിതർപ്പണം നടത്തുന്ന സമയത്ത് ഇതിന്റെ മേലെ കൂടെ പാലം വന്ന് പാലത്തിലൂടെ വാഹനങ്ങൾ ചേരിപ്പാഞ്ഞു പോകുന്നു. ഈ സമയത്ത് അതിന്റെ ഒരു സുരക്ഷിതത്വവും അതിന്റെ ഒരു സ്വകാര്യതയും നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല, 2 ക്ഷേത്രങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും പാലത്തിന് നമ്മൾ എതിരല്ല, ഞങ്ങളെല്ലാം നാട്ടുകാർ. ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ നടപടിയാണെന്ന് മനസ്സിലായി. അപ്പോ പാലം വേണം. ഇപ്പൊ ശ്രീധരൻ സാർ ഉദ്ദേശിച്ച പോലെ തന്നെ തവനൂർ കടവിൽ നിന്നും തിരുനാവായ കടവിലേക്ക് ഈ പാലം, കാരണം പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒത്രയോ കാലമായിട്ടുണ്ട്. പുരാതന റോഡുണ്ട്. ഒരു തുണ്ട് ഭൂമി അക്വയർ ചെയ്യണ്ട.